ശ്രീമന്നാരായണീയം 22-ാം ദശകം. അജാമിളോപാഖ്യാനം. അജാമിള മോക്ഷം. പാപിഷ്ഠർ പോലും ഭഗവത് നാമോച്ചാരണത്താൽ സായുജ്യം പ്രാപിക്കുന്നതിൻ്റെ വർണ്ണനം. അജാമിളോ നാമ മഹീസുരാപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുധിഷ്ഠശീലാം കുലടാം മദാകുലാം. ഹേ വിഭോ, പണ്ട് കാലത്ത് ഗൃഹസ്ഥാശ്രമിയും ധർമ്മപദചാരിയുമായി അജാമിളനെന്ന പേരിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സ്വപിതാവിൻ്റെ ഇച്ഛാനുസരണം ഒരാവശ്യത്തിന് വനത്തിലേക്ക് പോയ അജാമിളൻ ധിക്കാര സ്വഭാവിയും മതാന്ധയുമായ ഒരു കുലടയെ കണ്ടു. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തഥാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർ ദധൗ ഭവന്നാമയുതേ സുതേരതീം. ശാന്തശീലനായിരുന്നെങ്കിലും അവളുടെ വശീകരണത്തിന് വിധേയമായി പഴയ ശീലം വിട്ട് അജാമിളൻ സ്വധർമ്മം ഉപേക്ഷിച്ച് അവളുമൊത്ത് രമിച്ചു വന്നു. ഈ വിധത്തിൽ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വൃദ്ധനായി തീർന്ന അയാൾ അങ്ങയുടെ നാമമുള്ള, അതായത് നാരായണൻ എന്ന നാമമുള്ള തൻ്റെ പുത്രനെ അത്യധികം സ്നേഹിച്ചു. സമൃത്യുകാലേ യമരാജ കിങ്കരാൻ ഭയങ്കരാ സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്തൊൽ മൃതിവാസനാബല ജുഹാവ നാരായണ നാമകം സുതം. മരണകാലമായപ്പോൾ പേടിപ്പെടുത്തുന്ന ആകൃതിയോടുകൂടിയ 3 യമഭടന്മാരെ തൻ്റെ മുൻപിൽ കണ്ട് അജാമിളൻ പണ്ടുകാലത്ത് ഭക്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ വാസനാബലം കൊണ്ട് നാരായണൻ എന്നു പേരായ സ്വപുത്രനെ വിളിച്ചു. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൽ പുരോഭിപേതൂർഭവതീയ പാർഷദ ചതുർഭുജാപീതപടാ മനോരമ. അയാളിൽ നിന്നും നിർഗളിച്ച ഭഗവൻ നാമാക്ഷരത്തിൻ്റെ ശക്തിയാൽ ദുർമതിയായിരുന്നിട്ടും മുൻപിൽ ചതുർഭുജങ്ങളും മഞ്ഞ വസ്ത്രവും ഉള്ള അങ്ങയുടെ മനോഹരന്മാരായ കിങ്കരന്മാർ ഉടനെ എത്തിച്ചേർന്നു. അമുഞ്ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരുദുർബലാദിമി നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തഥാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അജാമിളനെ കയറിൽ കുരുക്കി വലിക്കുന്ന യമഭടന്മാരെ അങ്ങയുടെ സേവകന്മാർ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിപൂർവം തടുത്തു. അവരാൽ തടുക്കപ്പെട്ട യമഭടന്മാർ അയാളുടെ പാപം മുഴുവൻ അപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. ഭവന്തു പാപാനി കഥം നു നിഷ്കൃതേ കൃതേപി ഭോ ദണ്ഡ നമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിദിത ഭവാദൃശ മിതി പ്രഭോതൽ പുരുഷാഭ്യഭാഷിരേ. അതിന് അങ്ങയുടെ ഭൃത്യന്മാർ പറഞ്ഞു, പാപങ്ങൾ ഉണ്ടായാലെന്ത്? പണ്ഡിതരെന്ന് അഭിമാനിക്കുന്നവർ പ്രായശ്ചിത്തം ചെയ്താൽ പിന്നീടെന്ത് ദണ്ഡമാണുള്ളത്? പ്രായശ്ചിത്തത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് പോലും അറിയില്ലെന്നോ? ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാത്തു നികൃന്തതി ദ്വയി മിതി പ്രഭോതുൽ പുരുഷാഭ്യഭാഷിരേ. ഹേ പ്രഭു, അങ്ങയുടെ കിങ്കരന്മാർ പറഞ്ഞു,
വേദപുരാണങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്രതാചരണങ്ങൾ പാപത്തെ പരിഹരിക്കുന്നു. പക്ഷേ പാപം ചെയ്യാനുള്ള വാസനയെ നശിപ്പിക്കുന്നില്ല. വിഷ്ണു സേവ രണ്ടിനെയും നശിപ്പിക്കുന്നു. അനേന ഭോ ജന്മ സഹസ്രകോടിഭി കൃതേഷു പാപേഷു നിഷ്കൃതീകൃത യദഗ്രഹീ നാമ ഭയാകുലോ ഹരേ രിതി പ്രബോധൽ പുരുഷാഭ്യഭാഷിരേ. അല്ലയോ യമകിങ്കരന്മാരെ, അജാമിളൻ 1000 കോടി ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. ഭയാകുലനായി ഹരിനാമം ഉച്ചരിച്ചത് ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. ഹേ പ്രഭു, ഭഗവാന്റെ പരിജനങ്ങൾ ഇത്രയും പറഞ്ഞു. നൃണാമബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശാം യഥാഗ്നിരേധാംസി യഥൗഷധം ഗതാ നിധി പ്രബോധൽ പുരുഷാഭ്യഭാഷിരേ. അവർ തുടർന്നു. മനസ്സറിയാതെ സംഭവിച്ചതാണെങ്കിലും ഭഗവൻ നാമോച്ചാരണം മനുഷ്യൻ്റെ പാപങ്ങളെ ദഹിപ്പിക്കുന്നു. അതിൻ്റെ മഹിമ അത്തരത്തിലുള്ളതാണ്. അഗ്നി വിറകിനെയും ഔഷധം രോഗങ്ങളെയും ദഹിപ്പിക്കുന്നത് പോലെയാണത്. ഇതീരി തൈര്യാമ ഫടൈരപാശ്രിതേ ഭവൽ ഫടാനാഞ്ച ഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവൽ പദം പ്രാപി ഭവത് ഫടൈരസൗ. ഇത് കേട്ട് പിന്മാറിയ യമഭടന്മാരെ തുടർന്ന് അങ്ങയുടെ ഭടന്മാരും അപ്രത്യക്ഷരായി. ഇങ്ങനെ കുറെ കാലം അങ്ങയെ സ്മരിച്ച് ജീവിച്ച അജാമിളൻ പിന്നീട് അങ്ങയുടെ ഭടന്മാരാൽ പരമപദത്തിലേക്ക് തന്നെ നയിക്കപ്പെട്ടു. സുകിങ്കരാവേദന ശങ്കിതോ യമ സ്തതംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയ ഭൃത്യാ നശിശിക്ഷതുച്ഛകൈ സദേവ വാദാലയനാഥ പാഹിമാം. തൻ്റെ കിങ്കരന്മാർ പറഞ്ഞു കേൾപ്പിച്ചത് കേട്ട് ശോകാകുലനായ ധർമ്മരാജാവ് അങ്ങയുടെ പാദഭക്തരുടെ അടുക്കൽ പോകരുതെന്ന് സ്വന്തം ഭൃത്യന്മാരെ ഉറക്കെ ശാസിച്ചു. ഇങ്ങനെ ഭക്ത സംരക്ഷകനായ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. ശ്രീഹരേ നമഃ.